ഇനി പറയുന്നത് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുള്ള ഒരു തുറന്ന കത്തായോ അഭ്യർത്ഥനയായോ കരുതാം. മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള പതിവ് ബ്രീഫിംഗ് വാർത്താ സമ്മേളനം പുനരാരംഭിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ നിർത്തിക്കളഞ്ഞതാണ്. വാർത്താ സമ്മേളനങ്ങൾ പ്രസംഗങ്ങളാക്കരുത്. അനന്തമായി നീളണമെന്നല്ല, എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ടാകണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നാട്ടുകാർക്ക് നല്ലതെന്ന് താങ്കൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് താങ്കളെക്കുറിച്ച് അത് പറയിക്കരുത്. അസുഖമൊന്നും വരാതിരിക്കട്ടെ. ഇനി വന്നാൽ നാട്ടിൽ നല്ല ചികിത്സയുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചികിത്സിക്കണം. നേരെ വിദേശത്തേക്ക് വിമാനം കയറരുത്. വിദേശയാത്രകളിൽ ഭാര്യയുമായി പോകുന്നതിൽ തെറ്റില്ല. സർക്കാർ ചെലവിൽ സകുടുംബ വിനോദയാത്ര അരുത്. കഴിയുമെങ്കിൽ ലോക കേരള സഭ എന്ന ധൂർത്ത് അവസാനിപ്പിക്കണം. ടൈംസ് സ്ക്വയറിലെ തകര കസേരയിൽ ഇരിപ്പ് പോലുള്ള കോമാളിത്തരങ്ങൾ കാട്ടരുത്. സമുദായ സംഘടനാ നേതാക്കളെ കാണുന്നതിനൊന്നും തെറ്റില്ല, പക്ഷെ തിണ്ണ നിറങ്ങില്ലെന്ന വാക്ക് പാലിക്കണം. പോലീസിന്റെ ഇപ്പോഴത്തെ നിഘണ്ടു പിടിച്ചു വാങ്ങി നല്ല മലയാളം പറയാൻ പുതിയൊരു നിഘണ്ടു നൽകണം. കരിങ്കൊടി കണ്ടാൽ ഭയപ്പെടരുത്. രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കരുത്. തരാതരം പോലെ നിലപാടെടുക്കുന്ന IAS ബ്രോമാർ ഭ്രമണപഥത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ നേടിത്തന്ന വിജയമെന്ന മട്ടിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കും. വകവെക്കരുത്. KM എബ്രഹാമുമാരെ പോലെ സൂപ്പർ മുഖ്യമന്ത്രിമാരെ വാഴിക്കരുത്. പാരിസ്ഥിതിക വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ CPM-നെ പോലെയും BJP-യെ പോലെയും താങ്കളുടെ പാർട്ടിയിലെ ചിലരെ പോലെയും തീവ്രവാദികളാക്കരുത്. ലീഗിനെ ഒറ്റപ്പെടുത്താൻ വർഗീയമായ നിരന്തര ശ്രമമുണ്ടാവും. ഇപ്പോൾ സ്വീകരിക്കുന്ന അതേ സമീപനം തുടരണം. ഇസ്ലാമോഫോബിയയ്ക്ക് വളമിടരുത്. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മന്ത്രിക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകണം. പിന്നോക്കക്ഷേമത്തിൽ ഒതുക്കരുത്. നിലപാടുകളുടെ രാജാവെന്നോ രാജകുമാരനെന്നോ ഉള്ള വിശേഷണം ഒഴിവാക്കണമെന്ന് അനുയായികളോട് പറയണം. ഒരു രാജാവിന്റെ കിരീടം ജനം അഴിപ്പിച്ചു വെച്ചതേ ഉള്ളൂ. ഇനി വയ്യ. നിതാന്ത ജാഗ്രതയോടെ ഞങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടാവും. നിശ്ചയമായും ഓരോ നടപടിയും ഇഴകീറി പരിശോധിക്കുകയും വിമർശിക്കുകയും ചെയ്യും. പിണറായിയെ പോലെ ഞങ്ങളെ ശത്രുക്കളായി കാണരുത്. കണ്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല.